ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാർ പാനൽ മാതൃകയിൽ പത്തനംതിട്ടയിൽ വ്യാപക തട്ടിപ്പ്. വായ്പ തരപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രൊജക്ട് റിപ്പോർട്ട് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലായി. മീൻ വളർത്തൽ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വായ്പകളും പദ്ധതികളും തയ്യാറാക്കാമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ വാഗ്ദാനം. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പലരിൽ നിന്നായി 25,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് വാങ്ങിയത്. ആദ്യ ഗഡു എന്ന നിലയിൽ തുക കൈപ്പറ്റിയ ശേഷം കടന്നു കളയുകയായിരുന്നു പതിവെന്നാണ് പരാതിക്കാർ പറയുന്നത്. പ്രൊജക്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് 40,000 രൂപ വാങ്ങിച്ചു. പിന്നെ കുറച്ച് അത് 40,000 വാങ്ങിച്ചതിന് ശേഷം ഡൽഹിയിൽ നിന്നും ഒരു പ്രൊജക്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നു. അത് പൊട്ടിച്ച് നോക്കേണ്ടത് നമ്മുടെ കുറച്ച് മീൻ വളർത്തേണ്ടതും പത്തനംതിട്ടയുടെ കുറച്ച് പുണ്യസ്ഥലങ്ങളും എല്ലാം ഉള്ള കുറച്ച് കിടക്കുന്നു. അങ്ങനെ നമ്മളെ ഇവൻ്റെ കുറേ അന്വേഷിച്ചപ്പോഴും ഇത് വെറും ചീറ്റിങ്ങാണെന്ന് മനസ്സിലായി. നമ്മളിവരുടെ പലവട്ടം പൈസ തിരിച്ചു ചോദിച്ചപ്പോഴും ഇവൻ പൈസ തരുന്നില്ല. തരാതെ ഇവൻ ഓരോ ഒഴിവുകൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറന്മുളയിൽ നിന്നാണ് രാജേന്ദ്രൻ പിടിയിലാകുന്നത്. 25 പരാതികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള പ്രമുഖരുടെ പേര് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.